വാചകത്തിൽ കുഴലൂത്തൊന്നുമായിട്ട് അഭിലാഷം കൊണ്ട് വരരുത്. താങ്കൾ എന്താ അടിസ്ഥാനത്തിലാണ് ഞാൻ പിണറായി വിജയന്റെ കുഴലൂത്ത് നടത്തുകയാണെന്ന് പറഞ്ഞത്? മുട്ടിലരയല്ലേ? അതാണ് എനിക്കും പറയാനുള്ളത്. ഉത്തരം ഉണ്ടെങ്കിൽ പറയൂ ശ്രീ രാജു നായർ. പിന്നെ നിങ്ങൾ ഇങ്ങനെ ഇമാതിരിയുള്ള വർത്താനമൊക്കെ കേട്ട് കഴിഞ്ഞാൽ പേടിച്ചു പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അതവിടെ വെച്ചാൽ മതി, അത് കയ്യിൽ വെച്ചാൽ മതി. ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത് ചോദിക്കും, ഏത് പൊന്നുമോനോടും ചോദിക്കും, രാജു നായരോടും ചോദിക്കും കേട്ടോ. അതുകൊണ്ട് ഇതുമാതിരിയുള്ള ഭാഷയൊക്കെ നിങ്ങളുടെ യോഗങ്ങളിൽ ചേരുമല്ലോ, അവിടെ ഉന്നയിച്ചോളൂ. 100 വീട് യൂത്ത് കോൺഗ്രസും കൂടി നൽകും എന്നാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. യൂത്ത് കോൺഗ്രസ് ആകെ 88 ലക്ഷം രൂപയെ കളക്ട് ചെയ്തിട്ടുള്ളൂ എന്ന് വ്യക്തമായി കഴിഞ്ഞു. നോക്കൂ, ഈ കഴിഞ്ഞ ദിവസം മീനങ്ങാടിയിൽ ഒരു ഭവനദാന ചടങ്ങ് നടന്നു. 3 പോലീസുകാരാണ് വീട് നഷ്ടപ്പെട്ടവരായി ഈ ദുരന്തത്തിലുള്ളത്. ആ 3 പോലീസുകാർക്കും പോലീസ് അസോസിയേഷൻ വീട് വെച്ച് കൊടുത്തു, അതിന്റെ താക്കോലും കൈമാറി. അതിന് പോലീസിന്റെ സഹകരണ സംഘം 27.5 സെന്റ് സ്ഥലം അവിടെ വാങ്ങിച്ചു. പാക്കമൂല എന്ന് പറഞ്ഞ സ്ഥലത്ത് അവർ വീടും പണിതു, താക്കോലും കൈമാറി. വലിയ അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുന്ന ആളുകളുടെ അവസ്ഥ, ഞങ്ങൾക്ക് സ്ഥലം കിട്ടിയിട്ടില്ല, ആ കത്ത് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയുള്ളതാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെയുള്ള ആത്മാർത്ഥത ജനങ്ങൾക്ക് മുൻപാകെ വെളിവാക്കപ്പെടുകയല്ലേ? ഞങ്ങൾ സ്ഥലം മേടിച്ച് വീട് വെക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വേണ്ട, ഗവൺമെന്റ് സ്ഥലം കണ്ടെത്തുന്നു, അവിടെ ഒരു ടൗൺഷിപ്പ് ആയിട്ട് പണിയണം എന്ന് പറഞ്ഞു. അതിനും നമ്മൾ തയ്യാറായി. അത് തയ്യാറായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവസാനം ഈ പണം സർക്കാരിനെ ഏൽപ്പിക്കണം, സർക്കാർ പണിയുമെന്ന് പറഞ്ഞപ്പോൾ അത് നടക്കില്ല, വേണ്ട എന്നുള്ള നിലയിലേക്ക് ഞങ്ങളുടെ രീതിക്ക് സ്ഥലം കണ്ടുപിടിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ അത് എന്തായി എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്ന രാഷ്ട്രീയ സംഘടനകളെ മാറ്റി നിർത്തിയാൽ തമിഴ്നാട് മുസ്ലിം ജമാഅത്ത് നോക്കൂ, നമ്മുടെ നാട്ടിൽ പോലുള്ള സംഘടനയല്ല. അതുപോലെ വിവിധ സഭകൾ, CSI അടക്കമുള്ള സഭകൾ, സന്നദ്ധ സംഘടനകൾ, എന്തിനും നിങ്ങളുടെ തന്നെ മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയായ KMCCയുടെ മസ്കറ്റ് ഘടകം ഒരു വീട് വെച്ച് കഴിഞ്ഞ ദിവസം കൈമാറി. മറ്റുള്ളവർക്കൊന്നും ഇല്ലാത്ത ഈ സ്ഥലത്തിന്റെ പ്രശ്നവും ഇതുമാതിരിയുള്ള കൺഫ്യൂഷനും എങ്ങനെയാണ് നിങ്ങൾക്ക് മാത്രം? ഈ ബോബി ചെമ്മണ്ണൂർ 150 ഏക്കർ സ്ഥലം കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ, ഇല്ലേ? എത്രയോ സംഘങ്ങൾ സ്ഥലം കൊടുക്കുമെന്ന് പറഞ്ഞു. സർക്കാർ ഈ പറഞ്ഞ സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞ് ഏതെങ്കിലും സന്നദ്ധ സംഘടനകളുമായിട്ട് അവരൊരു ഏകോപനം ഉണ്ടാക്കിയോ? ആ 150 ഏക്കർ കൊടുക്കാമെന്ന് പറഞ്ഞ സ്ഥലം, ആ സ്ഥലം കിട്ടിയിരുന്നെങ്കിൽ ഈ പറയുന്ന സംഘടനകൾ വയനാട്ടിലെ ഭൂമിയുടെ പ്രശ്നമാണ്, ഏതൊക്കെ ഭൂമിയാണ് നിയമപരമായിട്ടുള്ളത് എന്നൊക്കെ ഏറ്റവും കുറഞ്ഞത് വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന താങ്കൾക്ക് അറിയാവുന്ന വിഷയമാണല്ലോ. ഞാൻ അത്തരം ടോപ്പിക്കിലേക്ക് പോകുന്നതിനും ഇപ്പോൾ ചോദിക്കാനുള്ള ഏറ്റവും ആദ്യത്തെ ചോദ്യം അതല്ല. ബാക്കി നിൽക്കുന്നുണ്ട്. ഈ പറഞ്ഞ സ്ഥലത്തിന്റേതടക്കമുള്ള വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടുത്തെ ആദ്യത്തെ പ്രശ്നം എന്താണ്? 30 വീടുകൾ നിർമ്മിച്ചു നൽകാം എന്ന് യൂത്ത് കോൺഗ്രസ് പറയുന്നു. ആദ്യം 25 വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന് DYFI പറഞ്ഞു. 25 വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ DYFI 20 കോടി രൂപ സർക്കാരിന് കൈമാറി. എന്ന് പറഞ്ഞാൽ 20 ലക്ഷമാണ് ഒരു വീടിന്റെ ചെലവെന്നാണ് റവന്യൂ വകുപ്പ് കണക്കാക്കുന്നത്. അതായത് 25 വീട് വെച്ച് നൽകാം എന്ന് പറഞ്ഞ DYFI 100 വീട് വെക്കാനുള്ള പണം സർക്കാരിന് കഴിഞ്ഞ മെയ് മാസത്തിൽ കൈമാറുകയും സർക്കാരുമായി ഒരു ധാരണാപത്രം ഒപ്പിടുകയും ചെയ്തു. 30 വീട് വെച്ച് നൽകാം എന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസിന് ഇതിനോടകം 88 ലക്ഷം രൂപ മാത്രമേ, കേരളത്തിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനങ്ങളിൽ ഒന്നായ യൂത്ത് കോൺഗ്രസിന് ഇതുവരെ 88 ലക്ഷം രൂപ മാത്രമേ സമാഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്, അതിനെ താങ്കൾ എങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യുക ശ്രീ രാജു നായർ? അത് എനിക്ക് വലിയ അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. രാഹുൽ ഗാന്ധി MP ആയിരുന്ന 5 വർഷം കൊണ്ട് 93 വീടുകൾ പണിതു കൊടുത്ത ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. MP ആയിരുന്നു, ഇല്ലേ? ഇനിയിപ്പോ ആർക്കാണ് വീട് പണിതു കൊടുക്കാനുള്ളത് എന്ന ചോദ്യം കൂടി അവിടെ ബാക്കി നിൽക്കുന്നു. കാരണം സർക്കാരിന്റെ പട്ടികയിൽ 114 പേർ ഒഴികെ ബാക്കിയുള്ളവർ സർക്കാരിന്റെ ടൗൺഷിപ്പ് പദ്ധതി വഴി വീട് നേടുന്നവരാകും. ആർക്കാണ് വീട് വെച്ച് കൊടുക്കുക എന്നുള്ള ചോദ്യം മനുഷ്യർക്ക് അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യം കൊടുക്കാത്ത ഗവൺമെന്റാണ്. നിങ്ങൾക്ക് ആ സർക്കാരിനെ ചോദ്യം ചെയ്യാനുള്ള ആർജവുമില്ലെങ്കിൽ, ആ സർക്കാരിനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് ആർജവുമില്ലെങ്കിൽ അതിന്റെ പേരിൽ കാര്യങ്ങൾ ചെയ്യുന്ന സംഘടന വേണ്ട. പിന്നെ ഒരു കോൺഗ്രസിന് ഭൂമി വാങ്ങിച്ചു. മുസ്ലിം ലീഗ്, സേവാഭാരതി തുടങ്ങി നമ്മുടെ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിലുള്ള എല്ലാ പാർട്ടികളും എന്തെങ്കിലും ഒരു കാര്യം വീടുകൾ വേണ്ടി ചെയ്തു. രാജു നായർ, സേവാഭാരതി, മുസ്ലിം ലീഗും അടക്കം. നിങ്ങൾ മാത്രമാണ് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിന് എന്നോട് കാര്യമില്ല. ചെയ്തെങ്കിൽ ചെയ്തു എന്ന് പറയാം അങ്ങേക്ക്. നമുക്ക് ഈ പൊളിറ്റിക്കൽ റെട്ടറിക്കിനപ്പുറത്ത് കാര്യങ്ങൾ ഓരോന്നായി പരിശോധിച്ചു പോയാൽ പല പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഇതിനോടകം തന്നെ ഈ ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചു. നോക്കൂ, കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഈ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്ന് പ്രിയങ്ക ഗാന്ധി പ്രതിനിധീകരിക്കുന്നു. കോൺഗ്രസിന്റെ നിയമസഭാ മണ്ഡലം, കോൺഗ്രസിന്റെ ജില്ലാ പഞ്ചായത്ത് നിങ്ങൾക്ക് വലിയ സ്റ്റേക്കുള്ള ഒരു സ്ഥലമാണ്. അവിടെ നടന്നിട്ടുള്ള ഒരു വലിയ ദുരന്തമാണ്. ആ ദുരന്തത്തിൽ ദുരന്തബാധിതരെ സഹായിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം എന്തൊക്കെ ചെയ്തു എന്ന് ജനങ്ങളെ ബോധിപ്പിക്കണ്ടേ? സർക്കാർ ചെയ്തത് സർക്കാർ പറഞ്ഞോട്ടെ, അത് വേറെ വിഷയം. നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് ജനങ്ങളോട് പറയണ്ടേ?
സ്ഥലം അവിടെ അന്വേഷിക്കുകയെങ്കിലും ചെയ്തിരുന്നോ? മുസ്ലിം ലീഗ് സ്ഥലം വാങ്ങിയതിന്റെ പ്രശ്നം വേറെ, അതവിടെ നിൽക്കട്ടെ. സ്ഥലം അന്വേഷിക്കുകയെങ്കിലും ചെയ്തിരുന്നോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഇതിൽ പിണറായി രാജു നായർ ഇതൊക്കെ വേറെ പഴയ നമ്പറാണോ ഇവിടെ ചെലവാവില്ലേ? എന്നെ ചോദ്യം ചെയ്യുമ്പോൾ ചോദ്യം ചോദിക്കുന്ന ഉത്തരവില്ല എന്ന് പറഞ്ഞാൽ മതി. മറുപടി പറയാനുള്ള സമയം തരണം. ഉത്തരവില്ലെങ്കിൽ ഉത്തരവില്ല എന്ന് പറഞ്ഞാൽ മതി. ചോദ്യം ചോദിക്കുന്നവരെ ആക്ഷേപിക്കുക എന്നുള്ളത് നല്ല മാസമൊന്നുമല്ല. ഞങ്ങൾക്ക് മറുപടി പറയാനുള്ള സമയം തരൂ. അതിന് ഞാൻ റെഡിയാണ്. പകരം എന്നെ ആക്ഷേപിച്ചാൽ ഞാൻ കേട്ടോണ്ടിരിക്കണോ? താങ്കൾ എന്താ അടിസ്ഥാനത്തിലാണ് ഞാൻ പിണറായി വിജയന്റെ കുഴലൂത്ത് നടത്തുകയാണെന്ന് പറഞ്ഞത്? മുട്ടിലടയല്ലേ? അതാണ് എനിക്ക് പറയാനുള്ളത്. ഉത്തരം ഉണ്ടെങ്കിൽ പറയൂ ശ്രീ രാജു പി നായർ. പിന്നെ നിങ്ങൾ ഇങ്ങനെ ഇമാതിരിയുള്ള വർത്താനമൊക്കെ കേട്ട് കഴിഞ്ഞാൽ പേടിച്ചു പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അത് അതവിടെ വെച്ചാൽ മതി, അത് കയ്യിൽ വെച്ചാൽ മതി. ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത് ചോദിക്കും. ഏത് പൊന്നുമോനോടും ചോദിക്കും, രാജു പി നായരോടും ചോദിക്കും കേട്ടോ. അതുകൊണ്ട് ഇതുമാതിരിയുള്ള ഭാഷയൊക്കെ നിങ്ങളുടെ യോഗങ്ങളിൽ ചേരുമല്ലോ, അവിടെ ഉന്നയിച്ചോളൂ പരസ്പരം. അങ്ങനെ ഉന്നയിച്ചിട്ടാണല്ലോ ഇതൊക്കെ പുറത്തേക്ക് വന്നത്. അതവിടെ ഇങ്ങോട്ട് ഞാൻ വളരെ മാന്യമായിട്ട് അങ്ങോട്ട് ചോദ്യം ചോദിച്ചു. അങ്ങേക്ക് ഉത്തരമുണ്ടെങ്കിൽ പറയൂ, ഉത്തരമുട്ടെങ്കിൽ അങ്ങ് പറയേണ്ട വേറെ എന്തെങ്കിലും പറഞ്ഞോളൂ, എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഇങ്ങോട്ട് ആക്ഷേപിച്ച് ഞാൻ അങ്ങോട്ടും പറയൂ, അത്രേ ഉള്ളൂ. യൂത്ത് കോൺഗ്രസിനെ ചാരി പിണറായി വിജയൻ രക്ഷപ്പെടുത്തലാണ്. എന്തിനാ ഇവിടെ പിണറായി വിജയൻ കക്ഷിയല്ലല്ലോ. 30 വീട് നിർമ്മിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ ആളുകൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് 88 ലക്ഷം രൂപയെ സമാഹരിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് നാണക്കേടാണ് ശ്രീ രാജു പി നായർ. അത് നാണക്കേടാണ് എന്ന് മാത്രമല്ല, അതെ ഞാൻ പറയട്ടെ, അല്ല നാണക്കേട് ഞാൻ ചൂണ്ടിക്കാണിച്ചാൽ അങ്ങ് എന്നെ പിണറായി വിജയൻ ഞാൻ നയിച്ച എത്രയോ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. പിണറായി വിജയനെ അതിരൂക്ഷമായി വിമർശിക്കേണ്ട ഘട്ടങ്ങളിൽ ഞാൻ വിമർശിച്ചിട്ടുണ്ട്. അത് താങ്കൾക്ക് ആ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. സമരത്തിനും പോലീസ് നടപടി നേരിടേണ്ടി വരുമ്പോ അഭിലാഷിന് അപ്പോഴായിരുന്നു നാണക്കേട് തോന്നേണ്ടിയിരുന്നത്. അങ്ങ് എന്റെ എത്രയോ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട് ശ്രീ രാജു പി നായർ. അന്ന് മിക്കവാറും ഘട്ടങ്ങളിലൊക്കെ അന്ന് എന്റെ കൂടെ ആയിരുന്നു. കാരണം എന്താണെന്നറിയോ, ഞാൻ സർക്കാരിനെ വിമർശിക്കായിരുന്നപ്പോ ഇപ്പൊ നിങ്ങളാണ് വിമർശന മുന്നിൽ. ആ വിമർശനം അസഹിഷ്ണുത കാണിക്കുന്നത് എന്തിനാണെന്ന്. ശരി, 100 വീട് കോൺഗ്രസ് പണിയാൻ പ്രഖ്യാപിച്ചല്ലോ. 100 വീടിന് വേണ്ടി നിങ്ങൾ എത്ര രൂപ സമാഹരിച്ചു പറയാൻ പറ്റുമോ കേരളത്തോട്? ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞല്ലോ 100 വീടിന് വേണ്ടി കോൺഗ്രസ് പാർട്ടി ഇത്ര രൂപ സമാഹരിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുമോ? അല്ല ചോദ്യമാണ്, ചോദ്യം. 100 വീടിന് കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു? അല്ല ചോദ്യമാണ്, ഇല്ലെങ്കിൽ താങ്കൾക്ക് ഉത്തരവില്ലാന്ന് ഞാൻ വിചാരിക്കും. 100 വീടിന് കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു? 100 വീടിന് കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു? അങ്ങ് പറഞ്ഞോളൂ. ചോദ്യം പറഞ്ഞോളൂ. 100 പ്രേക്ഷകർ കാണുന്നുണ്ട്. ഒരു പരാജയപ്പെട്ട ഗവൺമെന്റിനെ വെളുപ്പിക്കാൻ വേണ്ടി അഭിലാഷ് കാണിക്കുന്ന 100 വീടിന് താങ്കൾ എന്തൊക്കെ പറഞ്ഞാലും ഈ ചോദ്യത്തിന് ഉത്തരം വേണ്ടേ? 100 വീടിന് കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു? 100 വീടിന് കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു? ഉത്തരവില്ലല്ലോ. ചർച്ച നടത്തിക്കോളൂ. അല്ല ഉത്തരവില്ലല്ലോ. 100 വീടിന് കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 100 വീട് എന്നുള്ളത് കോൺഗ്രസിന്റെ പ്രോമിസ് ആണോ? ആണ്. നിങ്ങൾ എത്ര രൂപ ഇതിനോടൊക്കെ സമാഹരിച്ചു? ഒരു ചോദ്യമാണ്, ചോദ്യം മാത്രമേ ഉള്ളൂ. അദ്ദേഹം ആ ചോദ്യത്തിന് തടിവെപ്പി തർക്കം ഉണ്ടാക്കി. ഒന്നുകൂടി ചോദിക്കാം. 100 വീടിന് ശ്രീ രാജു പി നായർ കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു? 100 വീടിന് കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു എന്നാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. പക്ഷെ അതിന് സ്വാഭാവികമായി കോൺഗ്രസിന് ഉത്തരവില്ലെങ്കിൽ ആ ഉത്തരം എവിടെ പോയി തിരയും? അതൊരു പ്രശ്നമാണ്. അദ്ദേഹത്തിനും ആ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാവും. എനിക്ക് ഉത്തരവുണ്ട്. പക്ഷെ അഭിലാഷിന്റെ മുന്നിൽ ഞാൻ ഈ ചർച്ചയിൽ ഇനി മിണ്ടാതിരിക്കാം. അല്ല പറഞ്ഞോളൂ. പിണറായിയുടെ മുന്നിൽ കിടന്ന് മുട്ടിലഴയുന്നതിന് ഞാൻ മിണ്ടാതിരിക്കാം. ചോദ്യത്തിന് ഉത്തരവില്ലാത്ത ചോദ്യകർത്താവിനെ ആക്ഷേപിച്ചാലും ഞാൻ അതിന് പറയുന്നില്ല. ഉൾപ്പെടെ പിരിച്ച കണക്ക് മുഴുവൻ പറഞ്ഞു. 2,54 ലക്ഷം രൂപയെടുത്ത് എക്സാക്ട് ഫിഗർ ഓർമ്മയില്ല, കോൺഗ്രസ് പിരിച്ചു എന്നുള്ളതും 84 ലക്ഷം രൂപയ്ക്കടുത്ത് യൂത്ത് കോൺഗ്രസ് പിരിച്ചു എന്നുള്ളതും ഞങ്ങൾ 2,84 ലക്ഷം രൂപയ്ക്ക് 2,84 ലക്ഷം രൂപ ഇല്ലേ ഞങ്ങൾ പറഞ്ഞു. അല്ല അഭിലാഷ് സ്വയം നാണം തോന്നില്ല, അഭിലാഷ് പുച്ഛ തോന്നില്ല. അത് അങ്ങനെയല്ലേ തോന്നേണ്ടത്? ഒരു ചോദ്യത്തിനെങ്കിലും ഉത്തരം പറഞ്ഞിട്ട് ആക്ഷേപിക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കാം. നിങ്ങളൊരു ചർച്ച ചോദ്യം ഉണ്ടാവില്ലല്ലോ. നല്ല ഒരു സ്ട്രാറ്റജിയാണ് അത്. നല്ല സംവാദങ്ങളൊക്കെയാണ് ശ്രീ രാജു പി നായർ, ഞാനത് സമ്മതിച്ചു. ചോദ്യത്തിലെങ്കിലും ചോദ്യകർത്താവിനെ കുറെ അങ്ങ് പുലഭ്യം പറയാം, അപ്പൊ പിന്നെ ചോദ്യം ഉണ്ടാവില്ലല്ലോ. പക്ഷേ ഞാനിപ്പോ ചോദിച്ചാലും നാട്ടുകാർ ചോദിക്കില്ലേ സാർ? നിങ്ങൾ പിരിച്ചിട്ടുണ്ടോ? പിരിച്ചിട്ടുണ്ടെങ്കിൽ ആ പിരിച്ച പണം എവിടെ? ഇത് ചോദിക്കില്ലേ? പ്രവർത്തനത്തിന്റെ എന്താണ് എത്തിക്സ് എന്ന് മറന്നിരിക്കുന്നു. ഈ മാധ്യമ പ്രവർത്തനത്തിന്റെ എത്തിക്സ് ചോദ്യം ചോദിക്കാനുള്ള ചോദ്യം ചോദിക്കേണ്ടയിടത്ത് ചോദിക്കുക എന്നുള്ളതാണ്. ചോദ്യം ചോദിക്കേണ്ടയിടത്ത് ചോദിക്കുക എന്നുള്ളതാണ് മാധ്യമ പ്രവർത്തനത്തിന്റെ എത്തിക്സ്. ഞാൻ സഹായത്തോടു കൂടി യൂത്ത് കോൺഗ്രസിനെ ആക്രമിക്കാൻ വേണ്ടി ഈ ചർച്ച നടത്തിയാൽ ഒരു കാര്യമില്ല. ഞാൻ എന്തിനാണ് ഇപ്പോ യൂത്ത് കോൺഗ്രസിനെ ആക്രമിക്കുന്നത്? നിങ്ങൾ പിരിച്ച പൈസ എവിടെ? പിരിച്ചിട്ടുണ്ടെങ്കിൽ, പിരിച്ചിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് പിരിക്കാൻ പറ്റാതെ? ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഞാൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞെടുത്ത് 5 പ്രാവശ്യം അഭിലാഷ് ഇടപെട്ടു.
അഭിലാഷ് ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ ഒരു വാക്കെങ്കിലും എന്നെ കൊണ്ട് ബോധിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ നിങ്ങളല്ലേ 100 വീട് പ്രഖ്യാപിച്ചത്, അത് കൊടുക്കാതിരിക്കുന്ന കാര്യം എനിക്കിപ്പോ എന്റെ അറിവിനോടോ റഹീമിനോടോ ചോദിക്കാൻ പറ്റുമോ? 72 കോടി രൂപ പിരിച്ചൊരു സർക്കാർ വീട് കൊടുക്കാമെന്ന് പറഞ്ഞവരോടല്ലേ എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് ചോദിക്കുക. സർക്കാരാണ്. ഈ പറയുന്ന മനുഷ്യരുടെ മുഴുവൻ പണം ഞങ്ങളുടെ കയ്യിൽ തരണം, ഞങ്ങൾ ഊരാളുകളെ കൊണ്ട് തട്ടിച്ച് തിന്നുകൊള്ളാം, ഞങ്ങൾ അങ്ങനെ അല്ലല്ലോ സർക്കാർ പറഞ്ഞത്. അങ്ങനെയാണോ ദുരിതാശ്വാസത്തിൽ എറണാകുളത്താണ് അഭിലാഷ്? അല്ല, അങ്ങനെയാണോ? എന്താണ് സർക്കാരിന്റെ തീരുമാനം? എന്താണ് ഇപ്പോ ഈ വിവിധ സ്പോൺസർമാരുണ്ടല്ലോ, യൂത്ത് കോൺഗ്രസ് ഉണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസ് അടക്കം, ഡിവൈഎഫ്ഐ AYF ഒക്കെ ഉണ്ട്, മറ്റുള്ളവരുണ്ട്. അപ്പൊ അവരൊക്കെ കൊടുക്കുന്ന പണം വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കുകയും ഈ ബാങ്ക് അക്കൗണ്ടിലെ ക്രയവിക്രയങ്ങൾ പരിശോധിക്കാൻ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, സ്പോൺസർമാരുടെ പ്രതിനിധികൾ എന്ന ആളുകൾ ഉൾപ്പെട്ട ഒരു സമിതി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് യൂത്ത് കോൺഗ്രസ് ഇതിലെ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധിയും ഈ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കുന്ന സമിതിയിൽ ഉണ്ടാവും. എന്തായാലും പ്രതിപക്ഷ നേതാവ് ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ പ്രതിപക്ഷ നേതാവിന് ഈ അക്കൗണ്ടിൽ നിന്ന് ആരെങ്കിലും മോഷ്ടിക്കുന്നുണ്ടെങ്കിൽ നോക്കാനുള്ള കഴിവൊക്കെ ഉള്ള ആളല്ലേ? അങ്ങനത്തെ ഒരു സംവിധാനമാണല്ലോ ഈ ഫണ്ട് വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ചത്. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇത്രേ ഉള്ളൂ, ഈ ഫണ്ട് എങ്ങനെ വിനിയോഗിക്കും? സൊസൈറ്റി ഉണ്ടാക്കുന്നതിൽ യാതൊരു വ്യാജവും ഇല്ല. അഭിലാഷേ, റോഡ് പണിയിക്കണം എന്ന് കത്തെഴുതി എത്രയോ MLA മാർ UDF-ന്റേതുണ്ട്.